ത്രിയേക ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉണർവ് 2025 എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് നിൽക്കുന്നത് കിഴക്കമ്പലത്തുള്ള മേക്കാംകുന്നേൽ MP ജേക്കബേട്ടൻ്റെയും മേരി ചേച്ചിയുടെയും വീട്ടിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ജേക്കബേട്ട, നമസ്കാരം. ഉണർവ് 2025 സ്വാഗതം. ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും ജേക്കബേട്ടനുമായിട്ട് കുറച്ച് സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ്. അപ്പോ പഴയ കാലത്ത് ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും അനുഭവങ്ങളോ ഒക്കെ? പഴയ കാലം എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ആണല്ലോ. നമ്മള് അന്ന് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LPSലാണ് ഞാൻ പഠിത്തം തുടങ്ങണത്. പിന്നെ അതിനൊക്കെ മുമ്പ് അന്ന് ആശാൻ കളരി എന്ന് പറയുന്ന ആശാൻ, ഇന്നത്തെ ഈ നഴ്സറി സ്കൂളുകൾ അത് ഇതൊക്കെ അന്നില്ല. ആശാൻ കളരി ആശാന്മാരുടെ അടുത്ത് ഇവിടെ അടുത്ത് രണ്ട് ആശാന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പിള്ളേർ വരും, നല്ല കൂട്ടുകെട്ടും കളിയും ചിരിയും തമ്മിത്തല്ലും എല്ലാം അത് അവർ അനുവദിക്കുന്ന കുറച്ച് സമയം. അതൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ സ്കൂളിലേക്ക് നേരിട്ട്. അപ്പോൾ എന്നെ സെന്റ് ആന്റണീസ് LPSൽ ആണ് കൊണ്ടുപോയി ചേർത്തത്. ആദ്യം നമ്മൾ സംസാരിച്ചപ്പോഴേ ഈ കളരി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ ചേട്ടൻ. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ കളരി എന്താണ് എന്നൊന്നും അറിയില്ലാത്ത ഒരു സമൂഹം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എന്തായി കളരി എന്നൊക്കെ ഒന്ന് പറയാവോ? പറയാം. ഈ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ആ ഒരു സമയം അപ്പനും അമ്മയൊക്കെ തരുന്ന നിർദ്ദേശമാണ്, മോൻ ആശാന്റെ അടുത്ത് പോവുക, കളരിയിൽ ആശാന്റെ കളരി. പിന്നെ കളരി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെട്ടും കുട്ടുമ്പോൾ അത് വാളും അത് തന്നെ അല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി ആശാന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുവന്ന് ആശാന്റെ അടുത്ത് ആക്കി. അവിടുത്തെ സംഭവം എന്ന് ആദ്യം എഴുതിക്കുക, അതാണ് ഫസ്റ്റ് സംഭവം. ആ എഴുതുന്ന തന്നെ നമ്മൾ ഇങ്ങനെ ആശാൻ കൈപിടിച്ച് ഇങ്ങനെ എഴുതിച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോവും. മണല് വിരിക്കും. ആ മണലില് ആശാൻ ഇങ്ങനെ നമ്മുടെ കയ്യെ പിടിച്ച് ആദ്യമായി ഇങ്ങനെ എന്നങ്ങ് എഴുതിക്കും. അത് ആണ് ഫസ്റ്റിലെ നമ്മുടെ ജീവിതത്തിലെ അക്ഷരം. അത് പിന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറയുമ്പോൾ നമുക്കറിയില്ല, ഇതിന്റെ തെറ്റും വേഗം. അന്ന് ആ വടിയൊക്കെ കരുതി വെച്ചേക്കാണ്. വളരെ തല്ലിപ്പഠിപ്പിക്കുന്ന കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ആശാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ഉഴപ്പാണെങ്കിൽ നല്ല അടി തരും. കയ്യില് എന്നല്ല, തുടക്കടിക്കും. അപ്പോ അത് നമുക്ക് നല്ലൊരു പേടിയും ഒരു അനുഭവമായിട്ട് വരുമ്പോ നമ്മളത് തെറ്റിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ച് തെറ്റുകൂടാതെ ഞങ്ങൾ എഴുതി തീരുമ്പോ ആശാനും പിള്ളേരും എല്ലാവരും കൂടി കൈയടിച്ച് സന്തോഷമായിട്ട്. അതാണ് ഈ ആശാൻ കളരി. തല്ലുകൊണ്ട പിന്നെ ഒരിക്കലും മറക്കൂല. അത് അടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയുള്ള പ്രഹസനമായ അടികളൊന്നുമല്ല. അടി അടിക്കുന്നുണ്ട്. അത് അപ്പനും അമ്മയൊക്കെ എന്ത് വേണമെങ്കിലും പിള്ളേനെ ചെയ്തോ, അതെ പഠിച്ചിരിക്കണം, പഠിപ്പിച്ചിരിക്കണം എന്നാണ്. അത് എന്റെ മാത്രമുള്ള അനുഭവമല്ല, മൊത്തത്തിൽ പിള്ളേരുടെ അനുഭവമാണ്. ജേക്കബേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ പഴയ കാലത്ത് പ്രത്യേകിച്ച് സ്കൂൾ ജീവിതത്തിലെ നമുക്ക് ഒത്തിരി കൂട്ടുകാര് ഒക്കെ ഉണ്ടാവും. എങ്കിലും അതിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? മറക്കാൻ പറ്റാത്ത കൂട്ടുകാര് എന്ന് പറഞ്ഞാൽ പല കൂട്ടുകാരും ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു രാഘവൻ എന്ന് പറയുന്ന പ്രൈമറി സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള 1ാം ക്ലാസ് മുതൽ അന്ന് 5ാം ക്ലാസ് വരെയാണ് പഠിത്തം. ആ 5ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുകയും കൂട്ടുകാരായി ജീവിക്കുകയും ചെയ്ത ഒരു രാഘവൻ. എരുമേലി ഭാഗത്താണ് അവൻ്റെ വീട്. ഇന്നത്തെ മാതിരി അന്ന്
കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോവുക എന്നൊരു സംഭവം ഇല്ല. കാരണവന്മാരൊക്കെ ആയിട്ടുള്ള ഒരു ഇതനുസരിച്ച് അറിയും എന്നുള്ളതല്ലാതെ അതിൻ്റെ വീട് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഫോൺ നമ്പർ മേടിക്കുക എന്നൊരു സംഭവം, അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലങ്ങളാണ്. അതുകൊണ്ട് അവൻ പഠിത്തം കഴിഞ്ഞ് പോയതിന് ഈ 5ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വിദ്യാഭ്യാസം അവസാനിച്ചു. അവൻ പിന്നെ പഠിക്കാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കാണാനും ഇടവന്നിട്ടില്ല. പക്ഷെ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ഒറ്റയ്ക്കൊരു മുണ്ട്, ഒരു ചുട്ടിത്തോർത്ത്, വലിയ ചുട്ടിത്തോർത്താണ് അന്ന് രാഘവൻ ഉടുക്കുന്നത്. അതല്ലാതെ അവന് വേറെ വസ്ത്രങ്ങളൊന്നുമില്ല, ഷർട്ടില്ല, മറ്റുള്ള ഒന്നുമില്ല. ഈ ചുട്ടിത്തോർത്ത് ഉടുത്താണ് വരുന്നത്. അത് വരുന്നത് അന്ന് തൊപ്പി വെച്ച ഓലക്കൊട, അതാണ് അവൻ്റെ. അവൻ ആ സ്കൂളിൽ തൊപ്പി വെച്ച ഓലക്കൊട ഉപയോഗിക്കുന്ന ഒരാൾ രാഘവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരി. മറ്റുള്ള പിള്ളേർ ഗ്രേഡ് അനുസരിച്ച് ഈ ഓലക്കൊടയാണ് എല്ലാവർക്കും. ഒരു ശീലക്കൊട പോലും ഞാൻ പഠിച്ച കാലത്ത് അവിടെ ഇല്ല. സ്കൂളിൻ്റെ വരാന്തയിൽ നിരത്തി ഇങ്ങനെ വെക്കും, ഓലക്കൊട വെക്കും. ഒരു കാറ്റിഞ്ഞ് വന്നാൽ ഇതെല്ലാം കൂടി പറന്ന് മഴ വരുമ്പോൾ ഞങ്ങൾ പിള്ളേരും നനഞ്ഞ് അധ്യാപകരും നനഞ്ഞെന്ന് പറഞ്ഞാലൊക്കെ പറക്കി എടുത്തു വരും. അന്നും ഈ രാഘവൻ തൊപ്പിക്കൊട വെച്ച ആ രാഘവന്റെ കുട ചേർന്ന് ഇരിപ്പ് ഉണ്ടാവും. ആ കുടയ്ക്ക് അത്രയും കാറ്റ് പിടിക്കില്ല. കറങ്ങി അടിച്ചു പോകുന്നത് കാലുള്ള ഓലക്കൊടയാണ്. ഒത്തിരി ഗ്രേഡ് സാമ്പത്തികമായി ഭദ്രതയുള്ളവരൊക്കെയാണ് ഈ കാലുള്ള കുട ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏറ്റവും സാമ്പത്തിക ഭദ്രത കുറവുള്ള ആളായിരുന്നു രാഘവൻ. നമ്മുടെ ജേക്കബേട്ടൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുമായിരുന്ന രാഘവൻ ചേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും ഇത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വളരെ ആഗ്രഹത്തോടെ അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന ജേക്കബേട്ടനെ ഏതെങ്കിലും വിധത്തിലൊന്ന് കാണാൻ സൗകര്യപ്പെടുത്തുവാണെങ്കിൽ അതേറെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും. ഇനി ഞാൻ ചോദിക്കുന്നത്, ജേക്കബേട്ടൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പഠിത്തം കഴിഞ്ഞ് ആദ്യം തന്നെ കോൺട്രാക്ട് വർക്കില് ഏജന്റായിട്ട് പോവുക. അതാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ ഉഷ തിയേറ്റർ അന്നാലുമിനിയം കമ്പനിയുടെ ഫ്രണ്ടിൽ നിന്ന് ഊട്ടിമറ്റം വരെ പോകുന്ന റോഡിന്റെ ഒരു വർക്ക് എൻ്റെ വർഗീസ് കൊച്ചപ്പൻ എടുത്തു. ആ വർഗീസ് കൊച്ചപ്പൻ എന്നെ അന്ന് ഒന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിലും ഏജന്റായിട്ട് എന്നെ വെച്ചു. അത് നടത്തിപ്പിന് വേണ്ടി വെച്ചു. ഞാനത് വളരെ ഉത്തരവാദിത്തമായിട്ടും ഭംഗിയായിട്ടും നിറവേറ്റിക്കൊണ്ടു പോയതുകൊണ്ട് അതിൽ എന്നെ സൂപ്പർവൈസർമാര് 5 പേര് വെച്ചു. അതിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു കൊച്ചപ്പൻ. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നതേ, അപ്പൊ കല്യാണം കഴിക്കുന്നത് കഴിച്ചത് അതിനൊക്കെ ശേഷം. എന്തായാലും ജോലി ഇല്ലാതെ കല്യാണം കഴിക്കാറില്ല. ഇല്ല. അത് എന്തെങ്കിലും അന്ന് ഈ കോൺട്രാക്ട് ഫീൽഡില് ഏജന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കല്യാണം കഴിക്കുന്നത്. എവിടെന്നാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചത് മൂവാറ്റുപുഴ കടാതിപ്പള്ളി ഇടവകയിലെ പാറുവേലിക്കുടി മത്തായി എന്ന് പറയും, കുഞ്ഞുമത്ത എന്ന് ഓമന പേരിൽ പറയുന്ന പുള്ളിയുടെ മകള് മേരി. പിന്നെ മേരി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല. മേരി അന്ന് ഈ പറഞ്ഞോണം വർക്കുകൾ പൊതുവെ ഒരുപാട് കൊല്ലങ്ങൾ മുമ്പാണ്. മക്കൾ എത്രയുണ്ട്? 2 മക്കള്. അവരെന്ത് ചെയ്യുക? അവര് മൂത്തയാള് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ലണ്ടനിൽ പോയി. അവിടെ ചെന്ന് അവനവിടുത്തെ ഒരു കമ്പനിയില് അസിസ്റ്റന്റ് MD ആയിട്ട് കയറി. അത് കഴിഞ്ഞ് അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നു. പുറവത്ത് തച്ചേത്ത് ഫാമിലിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിൽ ഒരു പെണ്ണും ഒരാണും മക്കള്.
അങ്ങനെ അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. രണ്ടുപേരും നല്ല ഭാര്യയും ഭർത്താവുമായ നല്ല ജോലിയിൽ, മക്കൾ നല്ല വിദ്യാഭ്യാസത്തിലൊക്കെ കഴിയുന്നു. നീവൽ മരിയ, അതാണ് കൊച്ചുമോളുടെ പേര്. മോൻ നെവിൻ ജേക്കബ് ജെറിൽ. അങ്ങനെ രണ്ടു മക്കളും അവർ പഠിക്കണം. അല്ല, അവര് മക്കള് വിവാഹിതരല്ല, മക്കള് പഠിക്കണം. ചേട്ടന്റെ രണ്ട് മക്കളുടെ കാര്യം. പിന്നെ ഇളയ മകൻ ജോബിൻ ജേക്കബ്, അത് ഓസ്ട്രേലിയയില് ജോലി. അതെ, ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു. ഒരു മോള്, അവനൊരു മോള്. അപ്പൊ ജേക്കബേട്ട, എന്തോ നമ്മൾ സംസാരിച്ച കൂട്ടത്തില് ചേട്ടന്റെ ജോബിൻ എന്ന് പറഞ്ഞ മകനുണ്ടല്ലോ, അവന്റെ വിവാഹത്തെ കുറിച്ചും ഉള്ള കാര്യമൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാവോ? അത് പറയാം. ജോബിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ഇടവകയിൽപ്പെട്ട വാച്ചേരി വർഗീസ് എന്നയാളുടെ മൂത്ത മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് ആ വർഗീസ് ഇപ്പോഴത്തെ നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റി കൂടിയാണ്. ജേക്കബേട്ടന് ഒത്തിരി ജീവിത അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോ ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇന്നത്തെ തലമുറയോട് ചേട്ടന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപദേശമോ നിർദ്ദേശമോ അങ്ങനെയല്ലോ ഉണ്ടോ? ഇന്നത്തെ തലമുറയോട് മെയിനായിട്ട് ഇന്ന് പറയപ്പെടുന്നത് എല്ലാം മദ്യത്തിന്റെ ഒരു കസർത്തിന്റെ കാലം എന്നാണല്ലോ പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മദ്യവിരുദ്ധ ഒരു സംഭവം. അത് പറയണമെങ്കിൽ അതനുസരിച്ച് മദ്യത്തിന് അഡിക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്നാണ് അതിന് പറയുന്നത്. അത് തന്നെ മക്കള് അല്ലെങ്കിൽ പിള്ളേര് പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആരും പറയാതെ തന്നെ എല്ലാവരും ശ്രദ്ധാലുക്കളായി മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു ഫാമിലിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.